ഫാത്തിമ മാത കൂട്ടായ്മ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വലതുകരം ഉയർത്തി നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. സകല ജനപദങ്ങളുടെയും നാഥയായ പരിശുദ്ധ അമ്മേ, ഈ മണിക്കൂറുകളിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളിലെ ദുഃഖങ്ങളും വേദനകളും രോഗങ്ങളും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഫാത്തിമ മാതാവേ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ അഭിഷേക ശക്തി കടന്നു വരുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഈശോമിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ നമുക്ക് പരസ്പര സ്തുതി പറയാം. ഈശോമിശിഹായ്ക്ക് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ ഈ മണിക്കൂറുകളിൽ ശ്രവിക്കാൻ പോകുന്ന തിരുവചന ഭാഗം 1-2 ആഴ്ചകൾക്ക് മുമ്പ്, ഏതാണ്ട് ഒരു കഴിഞ്ഞ മാസത്തില് ഒരിക്കല് ഒരു മകൾ എന്നെ അവളുടെ ജോലി സ്ഥലത്ത് നിന്നും പ്രാർത്ഥനയ്ക്ക് വിളിച്ചു. അപ്പോൾ അവൾ പ്രാർത്ഥനയ്ക്ക് വിളിക്കുമ്പോൾ ഞാൻ ഫോൺ എടുത്ത് ഹലോ എന്ന് പറയുമ്പോൾ അവൾ മറുതലയിൽ നിന്നും അവൾ ശക്തമായ രീതിയിൽ കരയുകയാണ് ചെയ്തത്. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു, മോളെ നീ എന്തിനാ ഈ രാവിലെ ഈ കരയുന്നതിന്റെ കാരണം എന്താണ്? അപ്പോൾ അവൾ എന്നോട് പറഞ്ഞ ഒരു മേഖലയാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന ഈ തിരുവചന ഭാഗങ്ങൾ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, ആ മകൾ പറഞ്ഞ കാര്യങ്ങൾ അവളുടെ മാത്രമായൊരു പ്രശ്നം അല്ല. പിന്നെയോ, ലോകം മുഴുവനും പ്രാർത്ഥനയിലും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന അനേകങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് അനേകങ്ങൾ അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ആ മകൾ പറഞ്ഞത്. അവൾ പറഞ്ഞത് ഇങ്ങനെയാണ്, ബ്രദറെ, എൻ്റെ ജീവിതത്തിൽ എന്നും രോഗങ്ങൾ, ദുഃഖങ്ങൾ, കടബാധ്യതകൾ, വേദനകൾ, സങ്കടങ്ങൾ എല്ലാം എൻ്റെ ജീവിതത്തിൽ ഇഷ്ടം പോലെയുണ്ട്. എനിക്കില്ലാത്ത രീതിയിലുള്ള രോഗങ്ങളില്ല. എന്തെല്ലാം രോഗങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ അസ്വസ്ഥപ്പെടുത്തുന്നത്. സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥകൾ, സന്തോഷം നഷ്ടപ്പെടുന്ന അവസ്ഥകൾ. എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞൊരു മേഖല ഇങ്ങനെയാണ്, ബ്രദറെ, ഞാൻ എല്ലാ ദൈവത്തിൻ്റെ മുന്നിൽ പ്രമാണങ്ങളും അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. വീണ്ടും അവൾ പറഞ്ഞ്, ഞാൻ കുമ്പസരിക്കാറുണ്ട്, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാറുണ്ട്, വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. എന്നിട്ടും ഈ പ്രാർത്ഥനകളൊക്കെ കാലങ്ങളായി ഞാൻ കണ്ടിന്യൂ ചെയ്തിങ്ങനെ വരുന്നതാണ് ഈ പ്രാർത്ഥനകളൊക്കെ. പക്ഷെ എൻ്റെ ജീവിതത്തിൽ എന്തില്ല? ഒരു സമാധാനം ഇല്ല എനിക്ക്. അനുഗ്രഹം ആണോ സമാധാനമാണോ, സമാധാനം ഇല്ലാത്തതാണോ സന്തോഷമാണോ, ഇതൊന്നും അറിയാൻ പറ്റുന്നില്ല. അവൾ ഒറ്റ കരച്ചിലാണ്, എന്തുകൊണ്ട് ഈ ദൈവത്തിന് എന്നോട് ഇത്ര ദേഷ്യം? അടുത്ത ചോദ്യം ഇങ്ങനെയാണ് ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ബ്രദറെ ഈ ദൈവത്തിന് എന്നോട് ഇത്ര ദേഷ്യം? ദേഷ്യമല്ലാതെ സന്തോഷമാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഈ അനർത്ഥങ്ങളൊന്നും കടന്നു വരില്ല. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഇതൊരു വ്യക്തിയുടെ മാത്രം അവസ്ഥയാണോ? അല്ല. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഇതില്, പ്രാർത്ഥിച്ച് ഞാൻ എന്ത് ചെയ്ത് മടുത്തു. എൻ്റെ പ്രാർത്ഥനകളൊന്നും എൻ്റെ സർവശക്തനായ ദൈവത്തിന്റെ മുന്നിലേക്ക് കടന്നു പോകുന്നില്ല. പ്രിയമുള്ളവരെ, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള പരിശുദ്ധ വചനങ്ങൾ എടുത്ത് വായിക്കുമ്പോൾ ഏലിയ പ്രാർത്ഥിച്ചപ്പോൾ ഏലിയായുടെ മുന്നിലേക്ക് പ്രത്യക്ഷനാവുന്ന ദൈവത്തെ കാണുന്നു. അബ്രഹാം വിളിച്ചപ്പോൾ അബ്രഹാമിന്റെ മുന്നിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തെ കാണുന്നു. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും അപ്പസ്തോലന്മാർ ഒന്നു ചേർന്ന് വിളിക്കുമ്പോൾ ദൈവത്തെ കാണുവാനും കേൾക്കുവാനും ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പസ്തോലന്മാരുടെ നടപടി പുസ്തകത്തില് അവിടുന്ന് കർത്താവിന്റെ പരിശുദ്ധ വചനം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നതാണ്, സെബസ്ത്യാനോസ് അവിടുന്ന് തന്റെ നെറുകയിൽ കല്ലുകൊണ്ട് എറിഞ്ഞ് പൊട്ടിച്ച് രക്തം കുടുകുടാ ചാടി അവന്റെ നെറ്റി പുലർന്ന് മരണ അവസ്ഥയിലേക്ക് അവൻ കടന്നു പോകുമ്പോൾ എറിഞ്ഞ വ്യക്തിയെ ഓർത്ത് അവനെ ശപിക്കുവാനോ ദേഷ്യപ്പെടുവാനോ അല്ല മുതിരുന്നത്. പിന്നെ എന്താണ് സെബസ്ത്യാനോസ് അവിടെ പറഞ്ഞത്? ആ സ്വർഗം തുറന്നിരിക്കുന്നതും സ്വർഗത്തിന് വെളിയിൽ ഈശോ നിൽക്കുന്നത് ഞാൻ കാണുന്നു. പ്രിയമുള്ളവരെ, എറികൊണ്ട് തല പൊട്ടി അതിൽ നിന്ന് ചൂട് ചോര വന്ന് അവനൊരു വല്ലാത്തൊരവസ്ഥയിലേക്ക് കണ്ടു നിൽക്കുന്നവർ പോലും ഭയപ്പെടുന്നൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ സെബസ്ത്യാനോസ് ഉച്ചത്തിൽ വിളിച്ചു പറയാണ്, അതാ സ്വർഗം തുറന്നിരിക്കുന്നു, അതാ സ്വർഗം തുറന്നിരിക്കുന്നു, മനുഷ്യപുത്രൻ സ്വർഗത്തിന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് എനിക്ക് കാണുവാൻ സാധിക്കുന്നു. ആലോചിച്ച് നോക്കിയേ, ഇന്ന് എന്റെ ജീവിതത്തിൽ ഒരു പനിയുടെ അവസ്ഥ നിരന്തരം മരുന്ന് മേടിക്കുമ്പോൾ ഒരു എക്സ്റേ എടുക്കണമെന്ന് പറയുമ്പോൾ ഭയന്ന് നിലവിളിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണോ സെബസ്ത്യാനോസിനെ കാണുന്നത്? സാമ്പത്തിക മേഖലയിൽ ഒരു അനുഗ്രഹം കടന്നു വരുന്നില്ലെന്ന് പറഞ്ഞ് നിരന്തരം നിലവിളിച്ചു
അല്ല, പിന്നെയോ മരണം മുന്നിൽ കണ്ടപ്പോഴും മരിക്കുന്നതിന് തൊട്ട് മുൻപ് പോലും കർത്താവായ ദൈവത്തെ ഹൃദയത്തിലല്ല പ്രിയമുള്ളവരെ കണ്ണു തുറന്ന് സ്വർഗം തുറന്ന് കാണുവാൻ സാധിക്കുന്ന രീതിയിൽ ഒരു അനുഭവം അവന്റെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ അതിന്റെ കാരണം എന്തായിരിക്കാം? അതിന്റെ കാരണം? പ്രിയമുള്ളവരെ, അതിന്റെ കാരണം 1 പത്രോസ് 4:12. പെട്ടെന്ന് തിരുവചനം എടുക്കാം. പത്രോസ് എഴുതിയ ലേഖനം, യാക്കോബ് ശ്ലീഹായുടെ അടുത്ത പുസ്തകമാണ്. 1 പത്രോസ് 4:12. കുറച്ച് വായിച്ചേ. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രത്യക്ഷമായതെന്തോ സംഭവിച്ചതെന്ന പോലെ നിങ്ങൾ പരിഭ്രമിക്കരുത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, ഈ വചനം നിങ്ങൾ കേട്ടോ? ദൈവത്തിന്റെ പരിശുദ്ധ വചനം വിശുദ്ധ പത്രോസ് ലീഗ പറയാനുണ്ടായ കാരണം എന്താ? കർത്താവിന്റെ കൂടെ നടന്ന് വർഷങ്ങളോളം ദൈവത്തിൽ നിന്ന് സകലതും കണ്ടും കേട്ടും പഠിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ കൈവശപ്പെടുത്തിയ വ്യക്തിയാണ്. ആരാണ്? വിശുദ്ധ പത്രോസ് ലീഗ. പത്രോസിനോടാണ് കർത്താവ് പറഞ്ഞത്, പത്രോസെ, നീ ഭൂമിയിൽ ബന്ധിക്കുന്നത് എന്തും ഞാൻ സ്വർഗത്തിലും ബന്ധിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കും. ഇതാ സ്വർഗരാജ്യത്തിന്റെ താക്കോലുകളാണ് അവിടുന്ന് കൊടുത്തത്. അത്രത്തോളം ദൈവാനുഭവം ഉണ്ടായി, ദൈവത്തിന്റെ കൂടെ നടന്ന് സകലതും പഠിച്ച വ്യക്തി, സകലതും അറിഞ്ഞ വ്യക്തി. 3 പ്രാവശ്യം ദൈവത്തെ തള്ളി പറഞ്ഞപ്പോഴും ദൈവം ചേർത്ത് നിർത്തിയ വ്യക്തി. പത്രോസെ, നീ എന്നെ സ്നേഹിക്കുന്നോ എന്ന് ചോദിച്ച വ്യക്തി. ആ വ്യക്തി ഇന്ന് നമ്മളോട് പറയാണ്, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി. എങ്ങനെ പരീക്ഷ? ചെറിയ പരീക്ഷ എന്നാണോ? പിന്നെയോ അഗ്നി പരീക്ഷയുടെ പ്രശ്നം എന്താണ്? അഗ്നി എന്ന് പറഞ്ഞാൽ എന്താണ്? സകലതും അഗ്നി കവർന്നു കഴിഞ്ഞാൽ അത് പിന്നെ എന്താണ്? ഒരു നശീകരണമാണ്, പിന്നെ ഒന്നും ബാലൻസ് കാണത്തില്ല. അങ്ങനല്ലേ ഇവിടെ പറയാണ്? അതുപോലെയുള്ള എതുപോലെയാ അഗ്നി പരീക്ഷകൾ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കിക്കണം, ഇത് പറയുന്ന വ്യക്തി ആരാ? കൂടെ നടന്ന് സകല പരീക്ഷണങ്ങളെ അതിജീവിച്ചു. മനസ്സിലായില്ലേ? കർത്താവിന്റെ മുന്നിൽ പറഞ്ഞു, കർത്താവേ, ഒരിക്കലും ഞാൻ നിന്നെ തള്ളി പറയത്തില്ല, ഞാൻ ഒരിക്കലും എന്ത് ചെയ്യില്ല. അപ്പൊ ഈശോ എന്താ അവരോട് പറഞ്ഞത്? ഇന്ന് കോഴി കൂകുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ തള്ളി പറയുമെന്ന് പറഞ്ഞു. പത്രോസ് പറഞ്ഞു, ഒരിക്കലും നിനക്ക് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. ആ പത്രോസ് ഈശോയുടെ കൂടെ നടന്ന് സകലതും അനുഭവിച്ച ആ വ്യക്തി നമ്മളോട് പറയാണ്, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കുന്നതിനാണ് അഗ്നി പരീക്ഷകൾ ഉണ്ടാകുന്നത്. നിന്റെ ജീവിതങ്ങളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, വേദനകളിലേക്ക് കടന്നു പോകുമ്പോൾ, എന്റെ കർത്താവേ, എന്റെ ചുറ്റുപാടും താമസിക്കുന്നവർ ദൈവത്തെ അറിയുന്നില്ല, അവര് കർത്താവിനെ വിളിക്കുന്നില്ല, അവനൊരു കുറവും. അതല്ലേ നമ്മൾ പറയുന്ന, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയാൻ പറ്റുന്ന, അവൻ പള്ളിയിൽ പോകുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, കുമ്പസരിക്കുന്നില്ല, കുദാശകൾ സ്വീകരിക്കുന്നില്ല, അവന്റെ ജീവിതത്തിൽ അവൻ എന്താ പറയുന്നത്? അവൻ ഉയരങ്ങളിലേക്ക്. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും പറയാണ്, പ്രാർത്ഥിക്കാത്ത വ്യക്തിക്ക് എന്തില്ല? ദുഃഖങ്ങളില്ല. പ്രിയമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കുക, ആ പത്രോസിന്റെ ലേഖനം തന്നെ 4:1, നമ്മൾ 4:12 വായിച്ചത്. അതിന്റെ 4:1 എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഉറച്ചു വായിക്കാമോ? ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, നിങ്ങൾ വചനം പറയാണ്, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ചതെന്ന് പോലെ നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങൾ പരിഭ്രമിക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? ആ സമയത്ത് ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമുക്കെതിരെ വരുന്ന ശത്രുക്കളെ നമ്മുടെ മുൻപിൽ വെച്ച് കൊന്നുകളയുമെന്ന്, തകർത്ത് കളയുമെന്ന്, നശിപ്പിച്ച് കളയുമെന്ന് കർത്താവായ ദൈവം നമുക്ക് എന്ത് നൽകിയിട്ടുണ്ട്? വാഗ്ദാനം നൽകിയിട്ടുണ്ട്. വാഗ്ദാനങ്ങളിൽ വിശ്വസനായ കർത്താവ് പറയാണ്, വിശ്വാസത്തിന്റെ എങ്ങനെയാണ്? വിശ്വാസത്തിന്റെ മേഖല, വിശ്വാസത്തിന്റെ കവചം എന്ത് ചെയ്യണം? നിന്റെ കരങ്ങളിൽ എടുക്കണം. നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നീ പോരാടുന്നത് എങ്ങനെയാ? അതെ, വിശ്വാസം എന്ന വചനം കൊണ്ട്, വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട്. വിശ്വാസം വേണം വചനം പറയാൻ. എന്റെ ജീവിതത്തിൽ എന്ത് വേണം? വിശ്വാസം വേണം. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുക, ജീവിതത്തിന്റെ മേഖലകളിൽ ദൈവത്തിന്റെ മുന്നിൽ നമ്മൾ ചില കാര്യങ്ങളിൽ, ചില മേഖലകളിൽ നമ്മൾ കടന്നു പോകുമ്പോൾ ചില അവസ്ഥകൾ നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കാം. ഇപ്പോൾ ഒരു കഴിഞ്ഞ, നിങ്ങൾക്കറിയാം, 2-3-4 ആഴ്ചയായിട്ട് നമ്മൾ വചന ശുശ്രൂഷയൊന്നും ഇല്ല. കാരണം അത്രത്തോളം ധ്യാനവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇല്ലാതിരുന്നു. ഇന്നാണ് ഞാൻ ഇവിടെ വന്നത്. ഇന്ന് രാവിലെയാണ് ഇവിടെ എത്തപ്പെട്ടത്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ആഴ്ചയിൽ ഒരു സഹോദരിയുടെ ജീവിതത്തിൽ എൻ്റെ അടുത്തേക്ക് കടന്നു വന്ന ഒരു സഹോദരി കൗൺസിലിങ്ങിനായി കടന്നു വന്നപ്പോൾ അവൾ എന്നോട് പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, ബ്രദറെ, എനിക്ക് അരി ആഹാരം എനിക്ക് കഴിക്കാൻ പറ്റില്ല. മറ്റു പലതും നമ്മൾ അലർജി പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അരി ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. അരിയിൽ നിന്ന് എന്ത് കഴിച്ചാലും എൻ്റെ ശരീരത്തിലേക്ക് കുമിളകൾ പോലെ വരും.
ഇന്നും ഇന്നലെയൊന്നും അല്ല, 8 വർഷമായിട്ട് അവിടെ ശരീരത്തിലുണ്ടായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പല ഡോക്ടർമാരെ മാറി മാറി കാണിച്ചു, പല മെഡിസിൻ എടുത്തു, അലോപ്പതി, ആയുർവേദം, ഹോമിയോ എന്ന് വേണ്ട ട്രീറ്റ്മെന്റ് ഒന്നുമില്ല. സകല അലർജി ടെസ്റ്റുകളും ചെയ്തു. അവസാനം ഡോക്ടർമാർ ഇങ്ങനെ പറഞ്ഞു, നീ അരി ആഹാരം കഴിക്കരുത്, അരിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും കഴിക്കാൻ പാടില്ല. അപ്പോൾ അവൾ പറയാണ്, ഇവിടെ വിട്ട് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എനിക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ എവിടെ ചെന്നാലും എന്താണ് ഉണ്ടാവുന്നത്? അതെ, ഒരു കടയിൽ കയറിയാലും അരിഭക്ഷണമാണ് കാണുന്നത്. അപ്പോൾ ഇവള് പറയാണ്, ഞാനിപ്പോൾ എവിടെയെങ്കിലും ഒരു യാത്രയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഗോതമ്പ് കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി അതുമായിട്ടാണ് പോകുന്നത്. കാരണം എനിക്കൊരു കടയിൽ കയറി ഒന്നും കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. പ്രിയമുള്ളവരെ, ഇവള് പറയാണ്, ഞാൻ ഈ കേരളത്തിൽ ധ്യാനം കൂടാത്ത ധ്യാന കേന്ദ്രങ്ങളില്ല, ഞാൻ പോകാത്ത സ്ഥലങ്ങളില്ല, അത്രത്തോളം എൻ്റെ അവസ്ഥയാണ്. പ്രിയമുള്ളവരെ, ഞാൻ ഈ സഹോദരി കർത്താവിൻ്റെ മുന്നിൽ ഇരിക്കുമ്പോൾ കർത്താവിനോട് ഞാൻ ഇവളോട് പറഞ്ഞു, നീ ഇപ്പോൾ ദൈവത്തിൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കണം. നമ്മൾ ഒന്നിച്ച് കർത്താവിൻ്റെ മുന്നിൽ നിനക്ക് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ദൈവത്തിൻ്റെ മുന്നിൽ നീ ശക്തമായി പ്രാർത്ഥിച്ചാൽ ദൈവം നിന്നോട് സംസാരിക്കും മണിക്കൂറുകളിൽ. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുക, ഈ മകൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ മുന്നിൽ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് എന്ത് ചെയ്യാൻ തുടങ്ങി? ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. രണ്ടുപേരും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറെ നേരം പ്രാർത്ഥിച്ച് വന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകുന്ന ഒരു ബോധ്യമാണ്, നീ അവളുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയാണ്, നിന്റെ മുന്നിലിരിക്കുന്ന ആ രോഗാവസ്ഥയിലായിരിക്കുന്ന അവളുടെ മുഖത്തേക്ക് നീ ഒന്ന് സൂക്ഷിച്ചു നോക്കാൻ. പ്രിയമുള്ളവരെ, ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കി, എനിക്കൊന്നും കാണുവാനായിട്ട് സാധിക്കുന്നില്ല. വീണ്ടും കർത്താവ് എന്നോട് അതേ കാര്യം തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ അവളെ ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്. അവളുടെ കാതിൽ 3 കമ്മലാണ് ഒരു കാതിൽ അവൾ ഇട്ടിരിക്കുന്നത്. സാധാരണ സ്ത്രീകൾ ഒരു കാതിൽ എത്ര കമ്മലായിടുന്നത്? ഒരു കമ്മല്. ഇവിടെ എത്ര കമ്മലായിട്ടേക്കുന്നത്? 3 കമ്മല്. ഞാൻ കർത്താവിന്റെ മുന്നിൽ ഇതിലേക്ക് നോക്കി. അപ്പോൾ എനിക്ക് തന്നെ ഒരു ആശ്ചര്യപ്പെട്ട്. കാരണം 2 കമ്മലൊക്കെ ചിലരിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റഡ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, ഇവിടെ എത്ര എണ്ണം ഇട്ടേക്കുന്നത്? 3 കമ്മല്. ഞാൻ കർത്താവിനോട് ചോദിച്ചു, ഈശോ, ഈ കമ്മലുമായി ബന്ധപ്പെട്ട് എന്ത് മേഖലയാണ്? എന്താണ് മേഖല? പ്രിയമുള്ളവരെ, ഈശോ എന്നോട് അപ്പോഴൊരു വചനമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് പെട്ടെന്ന് യേശയ്യ പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം ഒന്ന് എടുക്കാമോ? യേശയ്യ പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിന്റെ 18 മുതലുള്ള തിരുവചനങ്ങൾ ഒന്ന് വായിക്കാമോ? അന്ന് കർത്താവ് അവരുടെ സിയോൻ പുത്രിമാർക്ക് താക്കീതെന്നാണ് ആ ഹെഡിങ്. മോനെ വായിച്ചോ? ഒരു മിനിറ്റ് 18 മുതൽ. അന്ന് കർത്താവ് അവരുടെ പാദസരത്തിന്റെ അലങ്കാരവും തലമുടി നാടയും കിരീടവും കുണ്ടലവും വളയും കണ്ടപടവും ശിരോവസ്ത്രവും തോൾവലയും അരപ്പട്ടയും സുഗന്ധ ചിമിഴും ഏലസും മുദ്രമോതിരവും മൂക്കൂത്തിയും വിലപിടിച്ച വസ്ത്രവും മേലകിയും കുപ്പായവും ചെറുസഞ്ചിയും ലോലമായ വസ്ത്രവും പട്ടുവസ്ത്രവും തലപ്പാവും മൂടുപടവും എടുത്തു മാറ്റും. പ്രിയമുള്ളവരെ, കർത്താവിന്റെ വചനം പറയാണ്, കുണ്ടലങ്ങൾ കൊണ്ടൊന്നും നിന്റെ ശരീരത്തെ എന്ത് ചെയ്യാൻ പാടില്ല? അലങ്കാരിക്കാൻ പാടില്ല. ദൈവഹിതമല്ലാത്ത, തമ്പുരാന്റെ ഹിതമല്ലാത്ത ഒരു കാര്യങ്ങൾ നീ എന്ത് ചെയ്യാൻ പാടില്ല? നിന്റെ ശരീരത്തിൽ ധരിക്കാൻ പാടില്ല. കാരണം എന്താ? നിന്റെ ശരീരം എന്താണ്? നിന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നതാണ്, നിന്റെ ശരീരങ്ങളെ ദൈവത്തിന് പ്രീതികരവും കർത്താവിന് സജീവമായ ബലിയായി നീ എന്ത് ചെയ്യണം? നിന്റെ ശരീരത്തെ സമർപ്പിക്കണം. നിനക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ കൃപയാണ് നിന്റെ ശരീരത്തിൽ ദൈവം വസിക്കുവാനുള്ള ഒരു ഇടമായി ആ ശരീരത്തെ വിശുദ്ധ ബലിപീഠം പോലെ പാപത്തിന്റെ ബന്ധനങ്ങളിലും പാപം കാണുകയും കേൾക്കുകയും ഫോണിലൂടെ കടന്നു വരുന്ന തിന്മയിലൂടെയൊക്കെ ജീവിതം നയിച്ചിരിക്കുന്നവരെ രാത്രിയുടെ യാമങ്ങളിൽ ദൈവം പോലും കാണില്ല എന്ന് പറഞ്ഞ് നീ എന്താ ചെയ്യുന്നത്? നീ പാപത്തിന്റെ മേഖലയിലൂടെ കടന്നു പോകുമ്പോൾ എന്താ ചെയ്യുന്നത്? കർത്താവ് പോലും എന്റെ പാപങ്ങൾ എന്ത് ചെയ്യുന്നില്ല? കാണുന്നില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത്? ഞാനിതൊക്കെ കണ്ട് നല്ല സന്തോഷത്തിൽ കടന്നു പോവുകയാണ്. അവിടെയൊക്കെ ദൈവത്തിന്റെ മഹത്വം. പ്രിയമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കുക, പ്രഭാഷകന്റെ പുസ്തകം ഇതിന് മുമ്പുള്ള പുസ്തകമാണ്. അതിന്റെ 23-ാമത്തെ അധ്യായം ഒന്ന് എടുക്കാമോ? പ്രഭാഷകന്റെ പുസ്തകം 23. അതിന് കർത്താവിന്റെ പരിശുദ്ധ വചനം നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, 19 മുതലുള്ള വചനം, 18 മുതലുള്ള 18ന്റെ വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ ആത്മഗതം ചെയ്യുന്നു. ആരാണ് എന്നെ കാണുക? ഇരുട്ടെനിക്ക് മറയാണ്. ഭിത്തികൾ എന്നെ ഒളിപ്പിക്കുന്നു. ആരും എന്നെ കാണുന്നില്ല. ഞാൻ എന്തിനു പേടിക്കണം? അത്യുന്നതൻ എന്റെ പാപങ്ങൾ പരിഗണിക്കുകയില്ല. മനുഷ്യന് മാത്രമേ അവൻ ഭയപ്പെടുന്നുള്ളൂ. പ്രിയമുള്ളവരെ, കർത്താവിന്റെ വചനം പറയാണ്, ദൈവത്തെ കാണാതെ ദൈവമായി ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിൽ
രാത്രിയുടെ യാമങ്ങളിലും പകലും സമയം കിട്ടുമ്പോഴൊക്കെ മൊബൈൽ ഫോണിലൂടെ മ്ലേച്ഛതകളും ഫോൺ സെക്സും ഒക്കെ കണ്ട് തിന്മയിലൂടെ സഞ്ചരിക്കുന്ന ജനത്തിന്റെ മേൽ കർത്താവിന്റെ പരിശുദ്ധ വചനം വെളിപ്പെടുത്തിയാണ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഭിത്തികൾ എന്നെ ഒളിപ്പിക്കും, ആരും എന്നെ കാണില്ല, ഞാൻ എന്തിനു പേടിക്കണം, അത്യുന്നതൻ എന്റെ പാപങ്ങൾ പരിഗണിക്കെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ചെയ്യുന്നതൊന്നും എന്തല്ലെന്ന് പാപമല്ല, ഇതൊരു പാപമായി അത്യുന്നതൻ കാണുകയില്ല. പ്രിയമുള്ളവരെ, 19 മുതലുള്ള വചനം നീ ശ്രദ്ധിച്ചു വായിക്കണം. വചനം പറഞ്ഞിരിക്കുകയാണ്, മനുഷ്യന് മാത്രമേ അവൻ ഭയപ്പെടുന്നുള്ളൂ. കർത്താവിന്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണ് എന്ന് അവൻ അറിയുന്നില്ല. അവിടുന്ന് മനുഷ്യന്റെ എല്ലാ മാർഗങ്ങളും നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്ന ഒരു ഹാലലിയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ, ഹാലലിയ, ഹാലലിയ, ഹാലലിയ. പ്രിയമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഈ വചനം ശ്രവിക്കണം, നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ കുറിച്ചിടണം. പ്രിയമുള്ളവരെ, ഈ ജീവിതകാലങ്ങളിൽ ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹം നഷ്ടപ്പെടുവാൻ പിശാച് നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയൊരു അവസ്ഥയാണ്. മക്കൾക്ക് എല്ലാവരുടെ കയ്യിലും ഇന്ന് ഫോണാണ്. ഈ ഫോണിലൂടെ തിന്മ മാത്രമാണ് കാണുകയും കേൾക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഒരു കെട്ടപ്പെട്ട ഒരു അവസ്ഥയാണ്. നിന്റെ മകനോ മകളോ ഏതെങ്കിലും ഒരു റൂമിൽ ഇരുന്നു കൊണ്ട് തിന്മ സംസാരിക്കുകയും കാണുകയും ചെയ്യുന്നെങ്കിൽ അതൊരു പൈശാചിക ശക്തി, തിന്മയിലൂടെ കടന്നു വരുന്നത് അത് ആരാണ്? ഒരു പൈശാചിക അരൂപിയാണ്. അങ്ങനെ ഉണ്ടോ? ഉണ്ട്. ഹോസിയ 5:4 പറഞ്ഞിട്ടുണ്ട്, തങ്ങളുടെ ദൈവത്തിന്റെ അടുക്കലേക്ക് തിരികെ പോകുവാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ലെന്ന്. വചനം പറയുന്നത് ഇങ്ങനെയാണ്, ഹോസിയ 5:4, അവരുടെ ദൈവത്തിന്റെ അടുത്തേക്ക് തിരികെ പോകുവാൻ അവരുടെ പ്രവൃത്തികൾ. പ്രിയമുള്ളവർ, എന്താണ് അവരുടെ പ്രവൃത്തി? മ്ലേച്ഛത നിറഞ്ഞ കണ്ണുകളാൽ ദൈവത്തിന്റെ മുന്നിൽ ചെയ്യുന്ന പാപമേഖലകള്. പരിശുദ്ധ വചനം പറയാണ്, അവർ ദൈവത്തെ അറിയാത്തതിന്റെ കാരണം വ്യഭിചാരം എന്ന് പറയുന്ന ഒരു ദുർഭൂതം, അതൊരു ദുർഭൂതമാണ്, ഒരു പൈശാചിക ശക്തിയാണ്. അത് നിന്റെ മകനിലോ മകളിലോ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ മക്കൾ എന്ത് ചെയ്യില്ല? ദൈവത്തിന്റെ കൃപയിൽ ജീവിക്കാൻ സാധിക്കില്ല. അത്രത്തോളം മ്ലേച്ഛ മേഖലയിലേക്ക് മക്കളെ കൂട്ടിക്കൊണ്ടുപോകും. ഇന്ന് അനേകം മക്കൾ കെട്ടുവീണ് കിടക്കുന്ന ഏറ്റവും വലിയൊരു അവസ്ഥയാണ്. പ്രിയമുള്ളവരെ, അപ്പനും അമ്മയും മുട്ടുകുത്തി നിന്ന് കരങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയാ? ഈ മക്കളിൽ കുടികൊള്ളുന്ന ഈ ദുഷ്ടാരൂപിയിൽ നിന്ന് ഈ മക്കൾക്കൊരു വിടുതൽ ലഭിക്കണം. പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയാമോ, ഇന്ന് പല ഭവനങ്ങളിലും മക്കളും അപ്പനും അമ്മയും തങ്ങളിൽ വഴക്കുണ്ടാവുന്നതിന്റെ കാരണം മക്കൾക്ക് ഭക്ഷണമില്ലാത്തത് കൊണ്ടല്ല. ആണോ? നല്ല വസ്ത്രമില്ലാത്തത് കൊണ്ടല്ല. പിന്നെ എന്തുകൊണ്ടാ? ഈ ഫോണിലൂടെ ഇവരുടെ സംസാരങ്ങൾ, മ്ലേച്ഛത നിറഞ്ഞ സംസാരങ്ങൾ. ഒരു ഭവനത്തിൽ പണ്ടുള്ള അപ്പനും അമ്മയുടെ ഒക്കെ ജീവിതങ്ങളിൽ പണ്ടുള്ള മക്കള് അവരുടെ മുന്നിൽ നിന്ന് ഒരു മോശമായ ഒരു കാര്യം പറയാൻ പോലും പേടിച്ചിരുന്ന കാലങ്ങളിൽ ഇന്ന് മക്കള് റൂമുകളിൽ കയറി കഥകടച്ചകത്ത് ഇരുന്നു കൊണ്ട് ഇഷ്ടപ്പെട്ട പെൺകുട്ടികളുമായി ചാറ്റിങ്ങും ചീറ്റിങ്ങും തിന്മയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് മ്ലേച്ഛത മേഖലയിലൂടെ തിന്മ പറഞ്ഞുകൊണ്ട് ആ കുടുംബം, ആ ഭവനം, ആ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ ശക്തി നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥകള്. നിങ്ങൾ ചിന്തിക്കണം പ്രിയമുള്ളവരെ, നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഈ ഒരു അവസ്ഥ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ചിന്തിക്കേണ്ട ഒരു സമയമാണ്. നിന്റെ മകൻ എല്ലാ സമയങ്ങളിലും റൂമിനകത്ത് കയറി കഥകടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണോ? ആ മകനെ ആ റൂമിൽ അങ്ങനെ ഇരുത്താൻ അനുവദിക്കരുത്. നിന്റെ മകൻ ഫോണിലൂടെ സംസാരിക്കുമ്പോൾ തിന്മയാണ് സംസാരിക്കുന്നതെങ്കിൽ ആ മകന് കർത്താവിന്റെ നാമത്തിൽ നീ ശാസിക്കണം. അവനെ കൂട്ടിക്കൊണ്ടുപോയി കുമ്പസാരം എന്ന കുദാശ കൊടുക്കണം, നല്ലൊരു കൗൺസിലിംഗ് കൊടുക്കണം, ദൈവസന്നിധിയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുവരണം. പൈശാചികപരമായ മേഖലയിലൂടെ ദൈവത്തിന്റെ മുന്നിൽ നിന്റെ മകൻ അകന്നു പോകുമ്പോൾ ഒരിക്കലും തമ്പുരാന്റെ സന്നിധിയിലേക്ക് കടന്നു വരാൻ പറ്റാത്ത വലിയൊരു അഗാധത്തിലേക്കാണ് അവിടെ കടന്നു ചെല്ലുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് നിനക്കതിന് സാധിച്ചില്ലെങ്കിൽ ഇനി ഒരിക്കലും നിന്റെ മകന് ദൈവസന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ നിനക്ക് സാധിക്കുകയില്ല. ഒരു ഹാലലിയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. ഈ മക്കളിലൂടെ കടന്നു വരുന്ന ദുരാത്മാവ്, ആ പൈശാചിക ശക്തി ആ ഭവനത്തിൽ കയറി താമസിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ അവിടെ സംഭവിക്കുന്നത്? എന്താ അവിടെ ഉണ്ടാകുന്നത്? അവിടെ കലഹത്തിന്റെ ദുരാത്മാവ് ഇറങ്ങി വരും. അവിടെ എന്തിറങ്ങി വരും? കലഹത്തിന്റെ ദുരാത്മാവ്. ഒരു ഹാലലിയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. ആ ദുരാത്മാവ് ആ ഭവനത്തിൽ ഇറങ്ങി വന്ന് അവിടെ കല്ലും മണ്ണും തടിയും ഉൾപ്പെടെ സകലതും നശിക്കുന്നത് വരെ അവിടെ വസിക്കും. എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കുടുംബത്തെ മുഴുവനായി നശിപ്പിച്ചു കളയും. അത്രത്തോളം പവറായിട്ടുള്ളതാണ് ഈ ദുരാത്മാവ്. ആയതിനാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ഭവനങ്ങളെ മാത്രമല്ല നമ്മുടെ ശരീരങ്ങളെ എങ്ങനെയെന്നാ പത്രോസ്ലീഹ പറഞ്ഞത്? വിശുദ്ധ പൗലോസ്ലീഹ എന്താ പറഞ്ഞത്? നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരമായ സജീവ ബലിയായി നീ സമർപ്പിക്കണം. നിന്റെ ശരീരം ഒരു ബലിപീഠമായി മാറണം. ബലിയർപ്പിക്കുന്ന ഒരു പുരോഹിതൻ എങ്ങനെയാണോ ബലിപീഠത്തിലേക്ക് കടന്നു വന്ന് ആ ബലിപീഠത്തെ മുത്തമിട്ടുകൊണ്ട് കർത്താവിന്റെ ഹൃദയത്തിലേക്ക് കടന്നു പോകുന്നത്,
അതുപോലെ നിന്റെ ശരീരത്തിൽ ദൈവം വസിക്കുന്ന നിന്റെ ജീവിതത്തിൽ ദൈവത്തിനെ മഹത്വപ്പെടുത്തുവാൻ തമ്പുരാൻ തന്നിരിക്കുന്നതാണ്. നിന്റെ ശരീരത്തിൽ ക്ലേശ നിറഞ്ഞ രോഗങ്ങളും രോഗപീഠകളും അവസ്ഥകളും കടന്നു വരുന്നെങ്കിൽ നീ ചിന്തിക്കണം. എന്താ ചിന്തിക്കേണ്ടത്? എന്റെ ശരീരം ദൈവത്തിന്റെ ബലിയർപ്പിക്കലല്ല നടക്കുന്നത്. വിനയോ ഈ ശരീരം കൊണ്ട് പിശാചിന് വേണ്ടുന്ന പ്രവൃത്തികള്, പൈശാചിക മേഖലകള്, ഫോണിലൂടെ കാണുന്നത് തിന്മകൾ നിന്റെ ജീവിതത്തിൽ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്ന് ഹൃദയത്തിൽ വസിക്കുന്ന നിന്റെ തമ്പുരാൻ തന്നെ ആദ്യം അവിടെ നിന്ന് എന്ത് ചെയ്യും? എന്റെ ദൈവം എവിടെ വസിക്കുന്നത്? എന്റെ ഹൃദയത്തിലാണ്. ആ ദൈവം എന്റെ ഹൃദയത്തിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഒരവസ്ഥ ഇന്ന് പല കുടുംബങ്ങളിലും പ്രിയമുള്ളവരെ കാണുകയാണ്. ഞാൻ ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഈശോ പറഞ്ഞ അവളെ കുണ്ടലങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട ശരീരത്തിൽ അനേകം കമ്മലും, അതായത് ഈ സെക്കൻഡ് സെഡ് എന്ന് പറയുന്നത് ഒരു പൈശാചിക ബന്ധനമാണ്. അത് തമ്പുരാന്റെ ഹിതമല്ലത്, ദൈവഹിതമായ മേഖലയല്ല. ഞാൻ ചോദിക്കുകയാണ്, ഈ സെക്കൻഡ് സെഡ് ഒക്കെ ഇവിടെ ഉപയോഗിക്കാൻ തുടങ്ങിയ ആൾക്കാരെയൊക്കെ നിങ്ങൾക്കറിയാം ആരാണ്, ഏത് മേഖല. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞു പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ദൈവത്തിന്റെ മുന്നിൽ അതെന്താണ്? അതൊരു പാപത്തിന്റെ ബന്ധനമാണ്. പ്രിയമുള്ളവരെ, ഞാൻ മകളോട് ചോദിച്ചു, മോളെ നീ എന്തിനാണ് ഈ ഇത്ര കമ്മലുകൾ ഇട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു. അവള് പറഞ്ഞു, അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എല്ലാരും ഇടുന്നത് കൊണ്ട് ഞാനും ഇങ്ങനെ ഇട്ടേക്കുന്നു. ഞാൻ പറഞ്ഞു, നിന്റെ ഈ രോഗത്തിന്റെ അവസ്ഥ, അരിയാഹാരം പോലും കഴിക്കാൻ പറ്റാത്ത രീതിയിൽ നിന്റെ ശരീരത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു രോഗം നിനക്കില്ലേ? അവള് പറഞ്ഞു, അതിനുവേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് പ്രാർത്ഥിക്കാനായിട്ട്. ഞാൻ അവളോട് ചോദിച്ചു, ഈ കമ്മൽ രണ്ടും നീ ഊരി മാറ്റാൻ തയ്യാറാണോ? അവള് പറഞ്ഞു, ഞാൻ ഊരാം, എനിക്കതൊരു പ്രശ്നമേ അല്ല. ഞാൻ പറഞ്ഞു, ഇപ്പോൾ പ്രശ്നമല്ല, പക്ഷെ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നീ എന്ത് ചെയ്യരുത്, ഇതിനെ ഉപയോഗിക്കാൻ പാടില്ല. പ്രിയമുള്ളവരെ, ഞാൻ ആ മകളോട് പറഞ്ഞു, ആ സ്പോട്ടിൽ അവിടെ വെച്ച് അവളെ നിന്ന് കമ്മലൂരി. അതിനുശേഷം അവളുടെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ അവളെ അച്ഛൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. പ്രിയമുള്ളവരെ, അവള് ഞങ്ങളുടെ ധ്യാനത്തിന് സാക്ഷ്യം പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. ആ കമ്മല്, ആ സെക്കൻഡ് സ്റ്റെഡും തേർഡ് സ്റ്റെഡും ഒക്കെ എപ്പോൾ ഏത് സമയത്ത് അവൾ ഊരിയോ അതിനുശേഷം അവളുടെ ശരീരത്തിൽ അവിടുന്ന് ആഹാരം കഴിച്ചിട്ട്, അരി ആഹാരം കഴിച്ചിട്ട്, അരി ഭക്ഷണം കഴിച്ചിട്ട് ഒരു രീതിയിലുമുള്ള അലർജിയോ ശരീരം തടിച്ചു പോകുന്ന ഒരു അവസ്ഥ ഇല്ലാത്ത രീതിയിൽ കർത്താവായ യേശു ക്രിസ്തു അവളെ പൂർണ്ണമായി സുഖപ്പെടുത്തി എന്ന ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധ വചനം നമ്മോട് പറയാണ്, ചില മേഖലകൾ, ചില അവസ്ഥകളൊക്കെ ദൈവം നമുക്ക് തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കർത്താവിന്റെ മുന്നിൽ നമ്മൾ പരാതിയും പരിഭവമായിട്ടല്ല വരേണ്ടത്. പിന്നെയോ ദൈവം തരുന്നതിനെ എങ്ങനെയാ? അമൂല്യമായി കരുതി നമ്മൾ സ്വീകരിക്കണം. പ്രിയമുള്ളവരെ, ഇവിടെ ഒരു മകൾ എന്നെ വിളിച്ചിട്ട് പറയാണ്, ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഈ ദൈവം എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? പ്രിയമുള്ളവരെ, ഞാൻ ആ ഒരു മേഖല കർത്താവിന്റെ മുന്നിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയോട് ചോദിച്ചു, കർത്താവേ, ഈ മകളെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുണ്ടായ കാരണം. അപ്പോൾ ഈശോ എന്നോട് പറഞ്ഞു, നീ ബൈബിൾ തുറക്കുക, ഞാൻ ബൈബിളിലൂടെ നിന്നോട് സംസാരിക്കാം. പ്രിയമുള്ളവരെ, ഞാൻ അവർക്ക് വേണ്ടി ആ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയങ്ങളിൽ തന്നെ ബൈബിൾ എടുത്തു, കർത്താവിന്റെ മുന്നിൽ പ്രാർത്ഥിക്കാനായിട്ട് തുറന്നു. അപ്പോൾ ഈശോ എനിക്കൊരു വചനം തന്നു. കൊരിന്തിയിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 1 കൊരിന്തി 15:19. 1 കൊരിന്തി 15:19 വായിക്കാമോ? 1 കൊരിന്തി 15-ാം അധ്യായം 19-ാമത്തെ വചനം കുറച്ച് വായിച്ചോ. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെക്കാളും നിർഭാഗ്യരാണ്. പ്രിയമുള്ളവരെ, ഈശോ പറയാണ്, ഈ ലോക ജീവിതത്തിന്റെ സുഖങ്ങളിൽ ദൈവം തരുന്ന സഹനമെന്ന സമ്മാനം സ്വീകരിക്കാൻ പറ്റാത്ത രീതിയിൽ അത്രത്തോളം കർത്താവുമായി ഒരു ബന്ധമില്ലാത്ത ജീവിതമാണ് നീ ആഗ്രഹിക്കുന്നെങ്കിൽ, ഈ ലോക ജീവിതം തന്നെ മാത്രം മതി. എനിക്ക് വേദനകൾ വരുവാൻ പാടില്ല, എനിക്ക് രോഗങ്ങൾ വരുവാൻ പാടില്ല, എന്റെ ജീവിതത്തിൽ ഒരവസ്ഥയും വരുവാൻ പാടില്ല. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ഇതൊക്കെ ആഗ്രഹിച്ച് ഇതുപോലെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. മാത്രം എനിക്ക് ഇങ്ങനെ, അതായത് കർത്താവേ, എനിക്ക് എന്നും സുഖങ്ങൾ മാത്രം മതി, എനിക്ക് ഒരിക്കലും ദുഃഖം വരാൻ, എനിക്ക് കടബാധകൾ വരാൻ, എനിക്ക് രോഗങ്ങൾ വരാൻ എന്നെ ആരും കുറ്റം. ഇങ്ങനെയൊക്കെ എൻ്റെ കാര്യം എപ്പോഴും ഞാൻ ദൈവത്തിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ്. ഇതൊക്കെ ഞാൻ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? ഈ ലോകത്തിന്റെ സുഖങ്ങളിൽ മുഴുകി ജീവിക്കുന്നതിന് വേണ്ടി. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ ലോകത്തിന്റെ സുഖങ്ങളിൽ മുഴുകി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആരും എന്ത് ചെയ്യരുത്? കർത്താവിനോട് ചേർന്ന് നിൽക്കരുത്. കാരണം എന്താ? വചനം പറഞ്ഞിരിക്കുന്ന കേട്ടോ, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യവരും. ഭാഗ്യമുള്ളവരല്ല. കാരണം എന്താ? കർത്താവ് ഈ ലോകത്തിൽ നിന്നുള്ള ജീവിതമല്ല നിനക്ക് തരുന്നത് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ അധികാരി എന്ന് പറയുന്നത് ആരല്ല? ഈശോ അല്ല. അതെ, യോഹന്നാൻ 14:20 ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്,
എന്താ പറഞ്ഞിരിക്കുന്നത്? യോഹന്നാൻ 14:20, ഈ ലോകത്തിന്റെ അധികാരി വരുവാൻ സമയമായി, എന്നിരുന്നാലും അവന് എന്റെ മേൽ ഒരധികാരവും ഇല്ല. ഒരധികാരം എന്ന് പറഞ്ഞിരിക്കുന്നത്, അവൻ എന്റെ മേൽ ഒരു അധികാരവും ഇല്ല. എന്റെ മേൽ അധികാരം എന്റെ സ്വർഗസ്ഥനായ പിതാവ് സ്വർഗത്തിൽ നിന്നാണ്. അപ്പോൾ മനസ്സിലാക്കുക, നമ്മുടെ ജീവിതങ്ങളിൽ ദൈവം ചില കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? പറ, എന്ത് ചെയ്തിട്ടുണ്ട്? ചില കാര്യങ്ങളൊക്കെ കർത്താവ് നമുക്ക് വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ദൈവം നൽകിയിരിക്കുന്ന കുരിശ് എന്ന് പറഞ്ഞാൽ എന്താണ്? സഹനം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കുരിശെന്ന് പറഞ്ഞാൽ ദൈവം സ്നേഹിക്കുന്നവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ സഹനമാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കുക, ദൈവം ഏറ്റവും ഇഷ്ടപ്പെടുന്നവരെ, ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരെ ദൈവം ഏറ്റവും കൂടുതൽ കൊടുക്കുന്നതും ഈ വേദനയാണ്. അതിന്റെ അർത്ഥം എന്താ? ദൈവം നിന്നെ മറ്റെല്ലാവരേക്കാൾ അധികമായി സ്നേഹിക്കുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം. എന്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ഇല്ലാത്ത രീതിയിൽ വേദനകളും ദുഃഖങ്ങളും സഹനങ്ങളും പെരുകുമ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എന്താണ്? എന്റെ കർത്താവ് എല്ലാവരേക്കാൾ അധികമായി എന്ത് ചെയ്യുന്നു? എന്നെ സ്നേഹിക്കുന്നു. പ്രിയമുള്ളവരെ, ആ കോർന്നിയിലെ സഭയ്ക്ക് ലേഖനത്തിൽ തന്നെ 1-ാമത്തെ അധ്യായം 8-9 ഒന്ന് വായിക്കാമോ? ഇപ്പൊ എടുത്ത കോർന്നിയിലെ സഭയ്ക്ക് ലേഖനത്തിന്റെ 1-ാമത്തെ അധ്യായം അതിന്റെ 8-9 തിരുവചനം ഒന്ന് വായിക്കാമോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദിനത്തിൽ നിങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന്. കണ്ടോ, നമ്മൾ ഒരിക്കൽ കർത്താവിന്റെ മുന്നിൽ എത്തും. അവിടെ ദൈവത്തിന്റെ മുന്നിൽ സ്വർഗത്തിലേക്കും മറ്റൊരു അവസ്ഥ ഏതാണ്? നമ്മൾ പറയുന്ന ഒരു അവസ്ഥ ഏതാ? സ്വർഗം, പിന്നെന്താണ്? നരകം. അപ്പോൾ ഈ ഒരു അവസ്ഥയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ദൈവം വിധിയാളനാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ ജീവിച്ച കാലം ഇത്രയും എനിക്ക് എന്ത് രീതിയിലുള്ള ഒരു ജീവിതമാണ് ഞാൻ നയിച്ചതെന്ന് പറഞ്ഞ് എനിക്ക് മാർക്കിടാനായിട്ട് ഞാൻ ഒരു സന്നിധിയിലേക്ക് എത്തപ്പെടും. ആ സന്നിധിക്ക് പറയുന്ന പേരാണ് ദൈവസന്നിധി. ദൈവം അവിടെ നിന്നെ എന്ത് ചെയ്യും? നിന്നെ പൂർണ്ണമായി. നമ്മൾ കണ്ടിട്ടില്ലേ, ഇപ്പോൾ ഗൾഫിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ ഇന്ത്യ വിട്ട് ഏതെങ്കിലും രാജ്യത്തേക്ക് പോകുന്നതിന് വേണ്ടി നമ്മൾ ചെല്ലുമ്പോൾ, എയർപോർട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മുഴുവനായിട്ട് ഒരു ചെക്കിംഗ് ഉണ്ട്. ആ ചെക്കിങ്ങില് നമുക്ക് മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ പറ്റാത്ത ഏതെങ്കിലും അവസ്ഥകൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് പോകാൻ പറ്റില്ല. നമ്മൾ ആ മേഖലയിൽ നമ്മൾ ഫെയിലായി പോകും, നമ്മളെ തിരിച്ചയക്കും. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതുപോലെയല്ല, ഇതിനേക്കാൾ ഭയാനകമായ രീതിയിൽ എന്ന് പറഞ്ഞാൽ ദൈവമായ കർത്താവിന്റെ കണ്ണുകളെ കുറിച്ച് നേരത്തെ നമ്മൾ വായിച്ചിരുന്നത് എത്ര കാര്യങ്ങളാ? ഈശോയുടെ കണ്ണിന്റെ പ്രത്യേകത എന്താ? 1000 സൂര്യനേക്കാൾ. എത്ര സൂര്യനാണ്? അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഈ 1000 സൂര്യനേക്കാൾ പ്രകാശമുള്ള കർത്താവിന്റെ കണ്ണുകൾ നിന്നെ ഒന്ന് നോക്കുമ്പോൾ നിനക്ക് എന്തെങ്കിലും ഒളിച്ചു വെക്കാൻ പറ്റുമോ? എന്തെങ്കിലും മറച്ചു വെക്കാൻ പറ്റുമോ? ഇവിടെ വചനം പറഞ്ഞിരിക്കുന്നുണ്ടോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദിനത്തിൽ നിങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന്, നിങ്ങളിൽ ഒരു കുറ്റവും കാണാതിരിക്കേണ്ടതിന് അവസാനം വരെ അവിടുന്ന് നിങ്ങളെ പരിപാലിക്കും. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? എന്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ ചില അവസ്ഥകളിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ അത് ദൈവം നിനക്ക് തന്നിരിക്കുന്ന കൃപയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന കൃപയാണ് ഇന്ന് നീ അനുഭവിക്കുന്ന ഈ അവസ്ഥകളെല്ലാം. അപ്പൊ ആ കൃപ നിന്നിൽ നിന്ന് വിട്ടുപോകാനാണോ നീ ആഗ്രഹിക്കേണ്ടത്? ആണോ? പിന്നെ എന്ത് ചെയ്യണം? തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ സഹവാസത്തിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ ഈ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നത് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത്. അതായത് നമ്മൾ പറയാണ്, ഞാൻ ഒരു പാപവും ചെയ്യുന്നില്ല, ഒരു തെറ്റും ചെയ്യുന്നില്ല, ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, ജീവിതത്തിന്റെ തലങ്ങളിലെല്ലാം ദൈവികപരമായി ജീവിക്കുന്ന ഒരു മേഖലയാണ് ഞാൻ. ആഴ്ചയിൽ കുമ്പസരിക്കുന്നു, ദശാംശം കൊടുക്കുന്നു, ജോലിക്ക് പോകുന്നു, ആരെയും കുറ്റം പറയുന്നില്ല, കുറ്റം കേൾക്കുന്നില്ല, പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു, വിശുദ്ധ എല്ലാം 100% കർത്താവ്. എന്നിട്ടും എന്റെ ജീവിതത്തിൽ എന്താ വരുന്ന? സഹനം. അപ്പോ കർത്താവ് ഇവിടെ പറഞ്ഞേക്കുന്ന കേട്ടോ, തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായി യേശു ക്രിസ്തുവിന്റെ സഹവാസത്തിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. നിന്റെ ജീവിതത്തിൽ ഇന്ന് ദൈവം ഇതൊക്കെ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ നീ അതിനെ ഓർത്ത് ഭയപ്പെട്ടിരിക്കേണ്ട വ്യക്തി അല്ല. ഇതാണ് നീ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം. പ്രിയമുള്ളവരെ, 2 തിമോത്തി 3:12. തിമോത്തി സാർക്ക് ഇത് 2 ലേഖനങ്ങളുണ്ട്. അതിലെ 2-ാമത്തെ ലേഖനം 3:12 ഒന്ന് വായിക്കാമോ? 3:12. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം
പീഡിപ്പിക്കപ്പെട്ട ഒരു ഹാലലിയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. ഇനി ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, എനിക്ക് പ്രാർത്ഥിക്കണം, എനിക്ക് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കണം, ദൈവത്തെ ആരാധിക്കണം. അപ്പൊ വചനം പറയാണ്, ദൈവത്തോട് ചേർന്നിരുന്ന് എന്തെല്ലാം നീ ആഗ്രഹിക്കുന്നു ആ ആഗ്രഹങ്ങളുടെ പിന്നിലൊക്കെ ദൈവം നിനക്കൊരു കുരിശ്, ഒരു സഹനം നൽകിയിട്ടുണ്ട്. ആ സഹനത്തിൽ നിന്നും നീ പുറത്തു കിടക്കാനായിട്ടല്ല നീ ആഗ്രഹിക്കേണ്ടത്. പിന്നെയോ എന്തിനെ പറ്റി ആഗ്രഹിക്കേണ്ടത്? എന്തിനെ പറ്റി നമ്മൾ ആഗ്രഹിക്കേണ്ടത്? നമ്മൾ ആഗ്രഹിക്കേണ്ടത് എപ്പോഴും, കർത്താവേ, അവിടുന്ന് എന്റെ ജീവിതത്തിൽ നൽകിയിരിക്കുന്നതെല്ലാം എന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ദൈവത്തെ എപ്പോഴും മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, അവിടുന്ന് പത്രോസിന്റെ 1-ാമത്തെ ലേഖനത്തില് 5-ാം അധ്യായം 7, 8, 9 തിരുവചനം വായിക്കാമോ? നിങ്ങൾ സമചിത്തയോടെ ആദ്യം തന്നെ പറയാണ്, നിന്റെ ജീവിതത്തിൽ ഇന്ന് വന്നിരിക്കുന്ന ഈ കഷ്ടങ്ങളും നഷ്ടങ്ങളും ദുഃഖങ്ങളിലും വേദനകളിലും രോഗങ്ങളിലും ഒക്കെ നീ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്? നീ സമചിത്തയോടെ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മുന്നിൽ അവിശ്രാന്തം, യാതൊരു തിന്മയിലേക്കും കടന്നു പോകാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ, ഫുൾ സമയമെന്നല്ല, നീ ദൈവത്തിന്റെ മുന്നിൽ ആയിരിക്കുന്ന സമയങ്ങളിലൊക്കെ എന്ത് ചെയ്യണം? സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. ഉറങ്ങിക്കഴിയുന്ന ഒരു വ്യക്തിയായി മാറരുത്. രണ്ടാമത് അടുത്ത വചനം പറ, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. പ്രിയമുള്ളവരെ, വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ പറയാണ്, കാരണം പത്രോസിന് ഇത് നല്ലതുപോലെ പറയാൻ പറ്റും. എന്താ കാരണം? എന്താ? പത്രോസിനെ ഒരിക്കലും ഈ പിശാച് എന്ത് ചെയ്ത് പറ നിങ്ങളെ പിശാച് എന്ത് ചെയ്ത് ഈശോയുടെ കൂടെ നിന്ന സമയങ്ങളിൽ പിശാച് പത്രോസിനെ വീഴ്ത്തി. അതല്ലേ കാണുന്നത്? പത്രോസ് 3 പ്രാവശ്യം ഈശോ എന്ത് ചെയ്ത് തള്ളി പറഞ്ഞു. പ്രിയമുള്ളവരെ, ആ ചെയ്ത വ്യക്തിക്ക് മാത്രമേ ഇതിനെപ്പറ്റി നല്ലതുപോലെ പറയാൻ പറ്റൂ. ആ പത്രോസാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. ആ പത്രോസാണ് നമ്മളോട് പറയുന്നത് എന്താണ്? ആരെ വിഴുങ്ങണമെന്ന് അറിയാത്ത രീതിയിൽ നിങ്ങളുടെ ഭവനത്തിന് ചുറ്റും, നിങ്ങളുടെ ഭവനം എന്ന് പറഞ്ഞാൽ ഏതാ? ഈ 2 നില വീട്, വാർത്താ വീടാണോ? ഏതാ? അത് നിന്റെ ശരീരം, നിന്റെ ഈ ശരീരമാണ് ഭവനം. കർത്താവ് പറഞ്ഞിരിക്കുന്നത് അതാണ്. നിന്റെ ഭവനത്തിന് ചുറ്റും എന്ന് പറഞ്ഞാൽ നീ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും ദൈവത്തിന്റെ പദ്ധതിയിലേക്ക്, അല്ലെങ്കിൽ ആ നിമിഷം നിന്നിലേക്ക് എന്ത് ചെയ്യും? പറയുന്നേ പിശാച് നിന്നെ, നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല? വ്യക്തമാവുന്നുണ്ടോ? എന്നാൽ നിങ്ങൾ ഇവിടെ ഉണർന്നിരുന്നത് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. ദൈവത്തിന്റെ പരിശുദ്ധ വചനം പറയാണ്, നിങ്ങളുടെ ശത്രുവായ പിശാച് ആരെ വിഴുങ്ങണമെന്നറിയാതെ, ആരെ അറിയാതെ, പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? അലറുന്ന സിംഹത്തെ പോലെ. കണ്ടോ? സിംഹം അലറുന്ന എന്തിനാ? പറയുന്നത് ഇരയെ കണ്ടു കഴിയുമ്പോഴാണ് അലറുന്നത്. എന്തിനാ? അതിനെ കീഴ്പ്പെടുത്താൻ. അതിൽ നിന്ന് അതിനെ ആർക്കെങ്കിലും ശ്രദ്ധ മാറ്റാൻ പറ്റുമോ? ഒരു സിംഹം ഒരു ഇരയെ പിടിക്കാനായിട്ട് ഇരുന്നിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, സിംഹം മാറുവോ? അതിന്റെ ശ്രദ്ധ പതറുവോ? പരിശുദ്ധ വചനം പറഞ്ഞേക്കുന്നതാണ്ടോ? അതുപോലെ അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് നിന്റെ ഭവനത്തിന് ചുറ്റും ആര് നടക്കുന്നുണ്ട്? പിശാച്. അവിടെ നീ എന്ത് ചെയ്യണമെന്ന് 9-ാമത്തെ വചനം പറഞ്ഞിരിക്കുന്നത്? വിശ്വാസത്തിൽ. ഹല്ലേലൂയ! ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരോട് വചനം പറഞ്ഞിരിക്കുന്നുണ്ടോ? നീ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്, എങ്ങനെയാണ്? വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരങ്ങളിൽ നിന്നും അതേ സകലം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേ. ദൈവവുമായി ചേർന്ന് ജീവിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ആ പ്രവൃത്തി എല്ലാം ദൈവഹിതമായിരിക്കണം. തമ്പുരാന്റെ ഹിതമല്ല ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് നീ കടന്നുപോയാൽ നിന്റെ ചിന്തയിൽ, നിന്റെ വിചാരത്തിൽ, വികാരങ്ങളിലൊക്കെ വന്നാൽ അലറുന്ന സിംഹത്തെ പോലെ നിന്നെ പിശാച് വിഴുങ്ങാൻ നിന്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു ബോധ്യത്തിലായിരിക്കണം നിന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ നിനക്ക് എന്ത് പറ്റും? വീഴ്ച ഉണ്ടാകും. കാരണം വീഴ്ത്താനായിട്ട് ഒരാൾ നമ്മുടെ കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെ എങ്ങനെയാണ് അവിശ്രാന്തം ഉണർന്നിരുന്ന് നീ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്? എന്താ ചെയ്യേണ്ടത്? സമചിത്തയോടെ ഉണർന്നിരുന്ന് വിശ്വാസത്തിൽ. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? പുറപ്പാട് പുസ്തകം 14:14 അവിടെ നിന്ന് ഇങ്ങനെ പറയാണ്, നിങ്ങൾ ശാന്തരായിരുന്നാ മതി, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പൊരുതിക്കൊള്ളും. എന്താണത്? അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം എന്നോട് പറഞ്ഞു, എന്ത് പറഞ്ഞു? ശക്തനും ധീരനുമായിരിക്കുക, ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ നീ ചെയ്യരുത്. ഇതാരാ പറഞ്ഞേക്കുന്നത്? ദൈവമായ കർത്താവ് വാഗ്ദാനം കൊടുത്തിരിക്കുക ജോഷുവയ്ക്ക്. കാരണം എന്താ? നിന്റെ കൂടെ ആരുണ്ട്? അലറുന്ന സിംഹമുണ്ട്. നിന്നെ എപ്പോഴും പിശാച് നിന്നെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് നിന്റെ ജീവിതത്തിന്റെ ഏതവസ്ഥയിലും. പക്ഷെ അവിടെയൊക്കെ നീ വിശ്വാസം എന്ന് പറയുന്ന
ദൈവത്തിന്റെ ശക്തി മുറുകെ പിടിച്ച് വേണം കടന്നു പോകാൻ. അതുകൊണ്ടാണ് പത്രോസ്ലീഹ പറഞ്ഞത്, ജീവിതത്തിൽ വീഴ്ചകൾ ഉണ്ടാകുമ്പോഴും എന്റെ ദൈവമേ എന്തുകൊണ്ടാണ് എനിക്കിത് സംഭവിച്ചതെന്ന് ചിന്തിക്കരുത്. ഞാൻ പ്രാർത്ഥിച്ചിട്ടും എന്റെ കടങ്ങൾ മാറുന്നില്ല എന്ന് നീ എന്ത് ചെയ്യരുത്. ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് എന്താണ് എന്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായതെന്ന് നീ ഒരിക്കലും ചിന്തിക്കരുത്. അങ്ങനെ പറയരുത്. പിന്നെയോ, നീ വീണ് പോയാലും നീ വീണ് കിടക്കാൻ നിന്റെ സർവശക്തനായ ദൈവം അനുവദിക്കില്ല. ഇതാണ് നമ്മുടെ വിശ്വാസം. എന്റെ ജീവിതത്തിലും വിശ്വാസത്തില് മന്ദീഭവനം, വിശ്വാസത്തിന്റെ കുറവുകൾ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ വീണു പോകും. അവിടുന്ന് പിന്നെ എനിക്ക് എണീക്കുവാനായിട്ട് ചിലപ്പോൾ സാധിച്ചെന്നു വരില്ല. പ്രിയമുള്ളവരെ, അവിടുന്ന് നമുക്ക് വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറി നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അപ്പോ കുറച്ചൊക്കെ വായിച്ചു. ആ വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറിയിൽ 1714 ഖണ്ഡികയിൽ 1714 ഖണ്ഡികയില് വിശുദ്ധ ഫൗസ്റ്റീന ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: ഫൗസ്റ്റീനായുടെ മഠത്തിൽ വലിയൊരു ക്രൈസിസ്, വലിയൊരു സഹനം വന്നു അവര് ആ കോൺഗ്രിഗേഷനിലേക്ക്. അപ്പോൾ അവരെല്ലാവരും ശക്തമായ രീതിയിൽ ദൈവത്തിന്റെ മുന്നിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. വിശുദ്ധ ഫൗസ്റ്റീനയുടെ പ്രത്യേകത എന്താ? വിശുദ്ധ ഫൗസ്റ്റീന എപ്പോഴും ദൈവത്തോട് സംസാരിക്കുന്ന വ്യക്തിയാണ്, ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന. ദൈവം ഈ ഫൗസ്റ്റീന എഴുതിയിരിക്കുന്ന ഡയറികളിൽ ഇരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ദൈവം ഫൗസ്റ്റീനയോട് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഫൗസ്റ്റീന ദൈവത്തോട് ചേർന്നിരിക്കുന്നത് കൊണ്ട് എപ്പോഴും ദൈവത്തെ കാണണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഒക്കെ ഫൗസ്റ്റീന ദൈവത്തെ വിളിക്കുമ്പോൾ ദൈവം കടന്നു വരും. ഫൗസ്റ്റീനയ്ക്ക് വെളിപ്പെടുത്തലുകളും കാര്യങ്ങളും. പ്രിയമുള്ളവരെ, 1714 ഖണ്ഡികയിൽ പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങളുടെ മഠത്തിന്റെ ഈ അവസ്ഥ കണ്ടുകൊണ്ട് ഞാൻ എന്റെ കർത്താവിന്റെ മുന്നിൽ ശക്തമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. നമുക്കറിയാം, ഫൗസ്റ്റീന അതിനു മുൻപൊക്കെ അവരുടെ ജീവിതത്തിലേക്ക് എന്ത് പ്രശ്നം വന്നാലും ദൈവത്തിന്റെ മുന്നിൽ പ്രാർത്ഥിച്ചാൽ ആ നിമിഷം ദൈവം എന്ത് ചെയ്യും? ആ പ്രാർത്ഥന ഏറ്റെടുത്ത് അവിടെ അനുഗ്രഹത്തിന്റെ അഭിഷേകം വഹിക്കും. ആ ഫൗസ്റ്റീന പറയാണ്, ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ക്രൈസിസ് ഉണ്ടായി, ഞാൻ ശക്തമായി ദൈവത്തിന്റെ മുന്നിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, പ്രാർത്ഥിച്ചിട്ട് ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഈ ക്രൈസിസ് നീങ്ങി പോകുന്നില്ല. അവിടുന്ന് പ്രാർത്ഥന ശക്തമായി. ഒരിക്കൽ ഫൗസ്റ്റീന തന്നെ പ്രാർത്ഥിച്ചു മടുത്തു. ഫൗസ്റ്റീന ദൈവത്തെ വിളിച്ചു. എന്നിട്ട് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, എത്ര കാലം കൊണ്ടാണ് ഞാൻ ഈ ക്രൈസിസിന് വേണ്ടി നിന്റെ മുന്നിൽ പ്രാർത്ഥിക്കുന്നത്? എന്നിട്ട് എന്തുകൊണ്ട് കർത്താവേ അവിടുന്ന് നീ ഇത് കേൾക്കുന്നില്ല? ഈ ക്രൈസിസ് നീ ഏറ്റെടുക്കുന്നില്ല? പ്രിയമുള്ളവരെ, ഈശോ എന്താണ് ഫൗസ്റ്റീനയോട് പറഞ്ഞെന്ന് പറയാമോ? 1714 ഖണ്ഡികയിൽ പറഞ്ഞിരിക്കുകയാണ്, നിന്റെ ജീവിതത്തിൽ ദൈവം ഒരു ക്രൈസിസ്, ഒരു കുരിശ്, ഒരു സഹനം അനുവദിച്ചാൽ ആ സഹനം നീ ദൈവത്തിന്റെ മുന്നിൽ എത്ര പ്രാർത്ഥിച്ചാലും ദൈവം തിരിച്ചെടുക്കില്ല. പിന്നെയോ, നീ പ്രാർത്ഥിച്ച് എന്ന് വരെ പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് നിന്റെ മുന്നിൽ ഈ സഹനം അനുവദിക്കുമ്പോൾ, ഈ ക്രൈസിസ് അനുവദിക്കുമ്പോൾ, നിന്റെ ജീവിതത്തിൽ ഈ പ്രശ്നം എത്ര കാലം നിന്റെ കൂടെ ജീവിക്കണമെന്ന്, ഈ പ്രശ്നത്തിലൂടെ നീ കടന്നു പോകണമെന്ന് ദൈവം ഒരു സമയം പറഞ്ഞുകൊണ്ടാണ് ഈ ക്രൈസിസ് നിനക്ക് തന്നിരിക്കുന്നതെങ്കിൽ ആ ക്രൈസിസ് മാറിപ്പോകുന്നതിന് വേണ്ടി അല്ല നീ പ്രാർത്ഥിക്കേണ്ടത്. പിന്നെയോ എന്താ പ്രാർത്ഥിക്കേണ്ടത്? കർത്താവ് എന്നോട് പറഞ്ഞു, മറ്റ് നിയോഗങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ എല്ലാ പ്രാർത്ഥനകളും ഞാൻ കേൾക്കും. എന്നാൽ നിന്റെ ക്രൈസിസ് മാറിപ്പോകണമെങ്കിൽ ആ ക്രൈസിസ് നിന്റെ ജീവിതത്തിൽ അനുവദിച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയം പൂർത്തീകരിക്കാതെ ഒരിക്കലും ഞാൻ എന്ത് ചെയ്യില്ല. മനസ്സിലായോ? എന്റെ ജീവിതത്തിൽ എനിക്കൊരു കടബാധ്യത എന്റെ തമ്പുരാനാണ് തന്നിരിക്കുന്നതെങ്കിൽ, എന്റെ ജീവിതത്തിൽ ഒരു അവസ്ഥ എന്റെ തമ്പുരാനാണ് തന്നിരിക്കുന്നതെങ്കിൽ, നീ ലോകത്ത് എവിടെ പോയി എന്തൊക്കെ പ്രാർത്ഥിച്ചാലും എന്ത് ചെയ്താലും ഈ ക്രൈസിസ് എന്ത് ചെയ്യില്ല, നിന്നിൽ നിന്ന് നീങ്ങി പോകില്ല. എന്നാൽ ദൈവമായ കർത്താവ് അത് എത്ര കാലത്തേക്കാണോ നിനക്ക് അനുവദിച്ചിരിക്കുന്നത്, ആ സമയം പൂർത്തീകരിക്കുന്ന സമയത്ത് കർത്താവ് നിന്നിൽ നിന്നും അത് ഏറ്റെടുത്തുകൊണ്ട് നിനക്ക് എന്ത് ചെയ്യും? വലിയൊരു മോചനം നൽകി അനുഗ്രഹിക്കും. ചേർന്ന് പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കോറിന്തിയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 1 കോറിന്തി 10:13. 1 കോറിന്തി 10:13 ഒന്ന് വായിക്കാമോ? 1 കോറിന്തി 10:13. മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിനക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പിന്നെ വാക്യം വായിച്ചവനെ, നിങ്ങളുടെ ശക്തിക്ക് അതീതമായ ഒരു ശക്തി നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട അവിടുന്ന് നിനക്കൊരു ശക്തി നൽകും. ചേർന്ന് പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. ഇന്ന് നിന്റെ ജീവിതത്തിൽ ദുഃഖങ്ങളും ഭാരങ്ങളും വേദനകളും കൊണ്ട് വീർപ്പുമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ കർത്താവിനോട് അവിടുന്ന് നീ പ്രാർത്ഥിക്കുക. നീ ദൈവം നൽകിയിരിക്കുന്നത് സന്തോഷത്തോടെ സ്വീകരിക്കുക. ഒരിക്കലും അത് തിരസ്കരിക്കാനോ അതിനെതിരെ സംസാരിക്കാനോ അതിനെയോർത്ത് നിലവിളിക്കാനോ ദൈവം അനുവദിച്ചില്ല. കാരണം എന്താ? നിന്റെ ദൈവം
വിശ്വസ്തനാണ്. വിശ്വസ്തനായ ദൈവം നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നൽകി കഴിഞ്ഞാൽ അതെല്ലാം എന്തിനു വേണ്ടിയാണ്? നിന്റെ ജീവിതത്തിലെ നന്മയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ദൈവമെല്ലാം നിങ്ങൾക്ക് നന്മയ്ക്കായി പരിണമിക്കും. റോമാ 8:28. തന്നെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി. നമുക്ക് എണീറ്റ് നിൽക്കാം, നമുക്ക് ദൈവത്തിന്റെ മുന്നിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ്